ഹലോ അസ്സലാമലൈക്കും. ഇതെന്താണെന്ന് വെച്ചാൽ രാജകൊട്ടാരത്തിലത്തെ ആഭരണപ്പെട്ടികളാണ് കേട്ടോ. എന്തോരം പെട്ടികളാണെന്നോ ഞാൻ ഷോർട്ടാക്കിയിട്ട് എടുത്തിക്കണത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, വല്ല സുനാമി വരുന്ന പോലെയാണ് തിരക്ക്. അങ്ങനെ അങ്ങോട്ട് തിരക്കിയിട്ട് മനുഷ്യന്മാരെ കയ്യിൽ നിന്ന് ഫോണടക്കം തെറിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ്. ചുവർച്ചിത്രങ്ങൾ കണ്ടില്ലേ, യുദ്ധത്തിന് പോണത്, പിന്നെ സന്നാഹങ്ങളായിട്ട് ഒരുങ്ങി നിൽക്കണത്, അങ്ങനെ പലതരം ചുവർച്ചിത്രങ്ങളാണ്. എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എത്ര പറഞ്ഞാലും മതി വരാത്ത എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടാരത്തിൻ്റെ ഭംഗിയാണ് കേട്ടോ. ഇതുണ്ടാക്കിയ ശില്പികളെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞാൻ എപ്പോഴും ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ആദ്യം അങ്ങനത്തെയൊക്കെ ആലോചിക്കുക, എന്ത് കഴിവാണ് അവർക്ക് കൊടുത്തിരിക്കണത് അല്ലേ. ഇപ്പോഴത്തെവർക്കൊന്നും ഇത്ര കഴിവുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, പറയാൻ പറ്റൂല. എന്തായാലും ശരി, മാഷാ അല്ലാ, നല്ല സൂപ്പറായിട്ടുണ്ട് ഇത്. കൊത്തുപണികളും എല്ലാം കൊണ്ടും സൂപ്പറാണ് അല്ലേ. ഇവിടെ കണ്ടോ ഈ വാൽക്കണ്ണാടിയും സിംഹാസനമൊക്കെ. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് പോകാനോ തൊടാനൊന്നും പറ്റൂല കേട്ടോ. ആ സെക്യൂരിറ്റി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങടെ അടുത്തേക്ക് പോകുമ്പം അയാൾ ആട്ടി വിടുന്നുണ്ട് കേട്ടോ, പോന്ന് പറയുന്നുണ്ട്. മലയാളത്തിലല്ലാന്ന് മാത്രം. പിന്നെ അതിനേക്കാളും ഭംഗി ഇത് ഇവർ മീറ്റിംഗ് കൂടുന്ന സ്ഥലമാണോ അതോ ഇനിയിപ്പോൾ കളരിയോ യുദ്ധത്തിനുള്ള പഠിക്കലോ എന്താണെന്നറിയില്ല. എന്തായാലും വിശാലമായൊരു ഇത് കണ്ടോ, ഒരു നടുത്തളം പോലെ അല്ലേ. ഞാൻ അതിൻ്റെ ഇടയിൽ എന്താ ചെയ്യണമെന്ന് അറിയോ, ഇവിടെ വാതിലിനെ പോലെ ജനലുകൾ കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ബുഷേൻ്റെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കുന്ന, ബുഷ എന്ത് വീഡിയോ ആരുടെ എടുക്കണേന്ന് അറിയില്ല. അതിനൊക്കെ ഒരു കാണിച്ചു കൊടുക്കാൻ ബുഷിനെ. എന്തായാലും ശരി, കുറച്ച് കിട്ടിക്കണു പിക്ക്. ഇനി അത് വെച്ചൊരു പാട്ടുണ്ടാക്കണം ഇഞ്ചി ബുഷിൻ്റെയൊക്കെ. എനിക്കതാ ഒഴിവ് സമയത്തുള്ള പണി. എന്തായാലും ശരി, ഈ അറകളൊക്കെ പിന്നെ രാജ്ഞിമാരുടെ അറകളാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കോമഡി പറഞ്ഞിട്ട് അത് പറയാൻ മറന്നു. ഇനിയിപ്പോൾ അങ്ങനെ കണ്ട് ഓരോരോ കാഴ്ച കണ്ടിട്ടും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോഴാണ് ഈ മിറർ ഇവിടെ കാണുന്നത്, കണ്ടല്ലോ. അതിൻ്റെ ലൈറ്റ് പിടിച്ചിരിക്കുന്ന പ്രതിമയും സൂപ്പറാണ് കേട്ടോ. എന്താ തിരക്കില്ലേ. അങ്ങനെ ഈ വഴിയാണ് പുറത്തേക്ക് ഇറങ്ങണത് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പാണ്. എന്തായാലും ശരി, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ കാണിച്ചു തരാം കേട്ടോ.